ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളൊരു ഫെസ്റ്റിവൽ മൂഡിൽ വന്ന് നിൽക്കുകയാണ്. അതെ, എൻ്റെ ചുറ്റും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കംപ്ലീറ്റ് ഒരു ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, പൂക്കളുടെ ഇടയിൽ നിൽക്കുന്നു. അപ്പോൾ ഇത് ഓണക്കാലം. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ വളരെ സ്പെഷ്യലായിട്ട് ഒരു എക്സ്ട്രാ സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണത്തെ ഓണസദ്യ കൂടുതൽ സ്പെഷ്യലും മധുരതരവുമാക്കാൻ വേണ്ടിയിട്ട് വളരെ വ്യത്യസ്തമായ ഒരു പായസം നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കായിട്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട്. ഒരു എക്സ്ട്രാ സ്പെഷ്യൽ പായസത്തിൻ്റെ ഫ്ലേവറും റിച്ച്നെസ്സും കൂട്ടാനായിട്ട് നമ്മൾ നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ്. ഭയങ്കര എന്താ പറയുക, സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് മലയാളി എവിടെയാണെങ്കിലും, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണം ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകൾ കൂടിയാണ്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ സ്വാദിഷ്ടമായ സദ്യവട്ടങ്ങളും അതോടൊപ്പം പിന്നെ എന്താണ് ഏറ്റവും നമുക്കൊരു പറയുന്ന നമ്മുടെ വായിൽ കപ്പലോടുന്ന ഓണപ്പായസം അല്ലേ. ഓണം എന്ന് പറഞ്ഞാൽ എന്താ, ഓണത്തിന് പായസം ഇല്ലാണ്ട് പിന്നെ എന്താ ഓണം അല്ലേ. അപ്പോൾ ഈ ഓണപ്പായസം എന്ന് പറഞ്ഞാൽ ട്രഡീഷണലായിട്ട് പണ്ട് കാലത്തൊക്കെയാണ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത്, നമ്മുടെയൊക്കെ മുത്തശ്ശിമാരുടെയൊക്കെ കാലത്താണെങ്കിൽ അരിയും ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു ട്രഡീഷണൽ ഓണപ്പായസമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കാലം മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഞാനും ഇന്ന് ഒരു സാധാരണ ട്രഡീഷണൽ പായസം അല്ല ഉണ്ടാക്കുന്നത്, വളരെ സ്പെഷ്യലായിട്ടുള്ള വെരി സ്പെഷ്യലായിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്, ഫ്രൂട്ടി പായസം. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു പായസമാണ്. പക്ഷേ അതിൽ ഞാനൊരു ട്വിസ്റ്റോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം അതിൽ ഞാൻ നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഗുണം എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. എനിക്ക് മാത്രം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കാര്യം വളരെ ക്രീമി ആയിട്ടൊരു ടെക്സ്ചറായിട്ട് കിട്ടും. മാത്രമല്ല പായസത്തിൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു സിഗ്നേച്ചർ ടേസ്റ്റ് ഓഫ് പായസമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. പക്ഷേ ഇത് വെരി സ്പെഷ്യൽ പായസമാണ്. പിന്നെ ഞാനിത് വർഷങ്ങളായിട്ട് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പലപ്പോഴും പായസം തയ്യാറാക്കാറുള്ളത്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇഷ്ടമല്ലാത്ത ആരാളല്ലേ അല്ലേ. നമ്മുടെ ഫ്രൂട്ടി പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാ ചേരുവകളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ റെസിപ്പീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നെസ്ലയുടെ വെബ്സൈറ്റിലേക്ക് പോവുക. നെസ്ലയുടെ വെബ്സൈറ്റിൽ 100-ൽ പരം സ്വാദിഷ്ടമായ റെസിപ്പീസ്, പായസംസ് മാത്രമല്ല ധാരാളം കേക്ക്സിൻ്റെയും പുഡിങ്സിൻ്റെയും ഒക്കെ റെസിപ്പീസ് അതിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് സന്ദർശിക്കുക. വിസിറ്റ് www.milkmaid.in. അപ്പോൾ ഫ്രൂട്ടി പായസത്തിന് വേണ്ടി ഞാൻ ചേരുവകൾ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ. ദാറ്റ് ഈസ് പഴം, പാളയംകോടൻ പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പാളയംകോടൻ പഴമുണ്ട്. പിന്നെ നല്ല പഴുത്ത പപ്പായ, ഒരു പപ്പായയുടെ പകുതി. പാളയംകോടൻ പഴം ഒരു 10 എണ്ണം വരെ എടുക്കാം. പിന്നെ അതുപോലെ നല്ല പഴുത്ത 2 മാമ്പഴം ഇപ്പോഴത്തെ സീസൺ ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആപ്പിൾ ആകാം, 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്, തൊലിയെല്ലാം മാറ്റിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 ഡേറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ ഒരു നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1/2 കപ്പോളം ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, ഒരു 100 ഗ്രാം വരെ അണ്ടിപ്പരിപ്പ് ചേർക്കാം. പിന്നെ നെയ്യുണ്ട്. നമ്മുടെ യൂഷ്വലായിട്ട് പായസം എന്ന് പറഞ്ഞാൽ ഏലക്കാപ്പൊടി ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്, ആ കാര്യമുണ്ട്. പിന്നെ കുറച്ച് പാലെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലും അല്ല ഉപയോഗിക്കുന്നത്, പശുവിൻ്റെ പാലും അല്ല, ഇത് പാൽപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ പാലാണ്. കാരണം അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ റെഡിയാണ്. പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഫ്രൂട്ട് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. എന്തായാലും ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ കട്ടിങ് ആൻഡ് ചോപ്പിങ്ങിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആപ്പിളൊക്കെ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുക. മാമ്പഴം, പഴം ഇച്ചിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ പപ്പായ ഇച്ചിരി വലിയ പീസാണെങ്കിലും പ്രശ്നമില്ല, അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ചേർന്നോളൂ. ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും അരിഞ്ഞെടുക്കാം. ആദ്യം ഞാൻ വിചാരിക്കുന്നു പപ്പായ കട്ട് ചെയ്ത് തുടങ്ങാം. ഒരു ചെറിയ പപ്പായ, ഒരുപാട് ചെറുതല്ല, ഒരു മീഡിയം പപ്പായയുടെ പകുതി എടുത്തിട്ടുണ്ട്. പപ്പായ നല്ല പഴുത്തതാണ് എപ്പോഴും നല്ലത്. പപ്പായയുടെ കഷ്ണങ്ങൾ വലുതായാലും ചെറുതായാലും ഒന്നും പ്രശ്നമില്ല. എന്തായാലും ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ മുറിക്കുന്നത്. അപ്പോൾ പപ്പായ കഴിഞ്ഞു. ഇനി ആപ്പിൾ കട്ട് ചെയ്യാം. ആപ്പിൾ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ചെറുതായിട്ട് നമ്മൾ കിച്ചടിക്കൊക്കെ അരിയില്ലേ, വെള്ളരിക്കയൊക്കെ, അതുപോലെ അരിഞ്ഞാൽ മതി ആപ്പിൾ. പക്ഷേ സ്കിന്ന് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല 2 വലിയ മാമ്പഴം എൻ്റെ കയ്യിലുണ്ട്.
അങ്ങനെ മാമ്പഴവും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് കുറച്ച് നല്ല റൈപ്പായിട്ടുള്ള മാമ്പഴമായിരുന്നു, നല്ല ഫ്ലഷിയാണ്. അപ്പോൾ മാമ്പഴം സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നാരധികം ഉള്ളത് എടുക്കണ്ട, നാരില്ലാത്ത നല്ല ഫ്ലഷി ആയിട്ടുള്ള മാമ്പഴം എടുക്കുക. നല്ല പഴുത്ത മാമ്പഴമായിരിക്കണം, നല്ല മധുരമുള്ള മാമ്പഴം. ഇനി അടുത്ത പരിപാടി എന്താ? ഡേറ്റ്സ് ഇപ്പോൾ ഏകദേശം ഇതൊരു 15ഓളം വലിയ ഡേറ്റ്സ് ഉണ്ട്. 15ഓ 20ഓ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ കഷ്ണങ്ങളാക്കി കഴിയുമ്പോൾ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആയാലും പ്രശ്നമൊന്നുമില്ല. അതും കുറച്ച് കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിക്കാം. അപ്പോൾ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഞാൻ പഴം, പാളയംകോടൻ പഴമാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, രസകദളി പോലെയുള്ള പഴമാണെങ്കിലും ഉപയോഗിക്കാം. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏത്തപ്പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 എണ്ണം, അതാണ് ഏകദേശം ഒരു കണക്ക്. പഴത്തിനെ ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ടൊരു എന്താ പറയുക, തീരെ ചെറിയ കഷ്ണമാവണമെന്നില്ല, ചോപ്പ് ചെയ്തിട്ടാൽ മതി. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് നല്ലത്. പാളയംകോടൻ പഴത്തിന് അല്ലെങ്കിൽ ഒരു പുളി ഉണ്ടാവും, നല്ല പഴുത്താണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ 10 പാളയംകോടൻ പഴവും റെഡി. അപ്പോൾ ഫ്രൂട്ടി പായസത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. ചോപ്പിംഗ് ആൻഡ് കട്ടിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് പാല്, ഒരു 8 മുതൽ 10 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുക്കാം. നെസ്ലയുടെ തന്നെ മിൽക്ക് പൗഡർ എടുത്തോളൂ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 4 കപ്പ് ചെറു ചൂടുവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പാല് റെഡി. അതായത് പാൽപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന പാല്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സ്ചറാണ്, അപ്പോൾ കുറച്ചൊരു സിട്രസ് ഫ്ലേവർ എന്തായാലും ഉണ്ടാകും, അത് പിരിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതാണെങ്കിൽ പേടിക്കുകയേ വേണ്ട. അപ്പോൾ ഇനി അടുപ്പ് കത്തിക്കാം. ഇനി ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഒരു 5 മുതൽ 7 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുളി ചൂടായി തുടങ്ങി. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ പായസം ചെയ്യുന്നത്. നമ്മുടെ ഉരുളിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഉരുളിക്ക് ചൂടായി തുടങ്ങിയിരുന്നു. അപ്പോൾ നെയ്യ് ഇങ്ങനെ ഉരുകി തുടങ്ങി. അപ്പോൾ നെയ്യ് നല്ല ചൂടായി. അപ്പോൾ ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ആദ്യം ഞാൻ പപ്പായ കട്ട് ചെയ്തത് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാംഗോ ഇടാം, പിന്നെ പഴം, ആപ്പിൾ ആൻഡ് ഡേറ്റ്സ്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റാം. ഓക്കെ, അപ്പോൾ നെയ്യ് ഉണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ടാണ് ഒന്ന് വഴറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ മാക്സിമം, അത്ര ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഇളക്കിയാലും മതി. അപ്പോൾ ഇതിങ്ങനെ വാടി തുടങ്ങും, അതിനെ കുഴയുന്ന പോലെ ഇങ്ങനെ ആകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇത് ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വെള്ളം വരെ ആകാം. ഒരു ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ ബോയിലിംഗ് വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്നിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വേകും. വെന്തിങ്ങനെ ഉടഞ്ഞു തുടങ്ങും. ഭയങ്കര പേസ്റ്റി ആകേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങളൊക്കെ കാണുകയും വേണം, അതേസമയം അത് വേകുകയും വേണം. അതാണ് നമ്മുടെ ഒരു പാകം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വാടി കുഴഞ്ഞിങ്ങനെ തുടങ്ങി. ഇനിയാണ് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം. ഇച്ചിരൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും അത്യാവശ്യം കഷ്ണങ്ങൾ വേകണമല്ലോ. അപ്പോൾ എന്തായാലും ഏതാണ്ട് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കാൻ പോകുന്നു. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേകട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ പഞ്ചസാര ചേർക്കുന്നതിന് ഒരു കാര്യമുണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ നെസ്ലയുടെ മിൽക്ക്മെയ്ഡ് ചേർക്കുന്നുണ്ട്, അത് നല്ല മധുരമുള്ള കാര്യമാണ്. എങ്കിലും നമ്മൾ ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ചേർക്കും. കാരണം ഫ്രൂട്ട്സിന് ഒരു സിട്രസ് ടേസ്റ്റ് കൂടുതലാണ്, കുറച്ച് പുളി കയറി നിൽക്കും. ചില ഫ്രൂട്ട്സിനെങ്കിലും അല്പം ഇങ്ങനെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ പഴം അങ്ങനത്തെ കാര്യത്തിനൊക്കെ ചില പുളി കയറി വരുമല്ലോ. അതൊന്ന് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഇച്ചിരി മധുരത്തിലൊന്ന് വറട്ടിയെടുക്കണം. സാധാരണ എല്ലാ പായസവും അങ്ങനെയാണല്ലോ, നമ്മളൊന്ന് വറട്ടില്ലേ, ശർക്കരയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും. അപ്പോൾ ഇതാണെങ്കിലും ഫ്രൂട്ടി പായസം ആണെങ്കിലും ഒരു വറട്ടൽ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് പഞ്ചസാര ചേർത്ത് ഈ ഫ്രൂട്ട്സിൽ വറക്കണം. അതിനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഞാൻ ഏതായാലും ഇപ്പോൾ 1/2 കപ്പാണ് ഇവിടെ ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ 1 കപ്പ് വരെ ഇട്ടുള്ളൂ. അതിന് അവസാനം നമ്മൾ 1 ടിൻ മിൽക്ക് മെയ്ഡാണ് കഴിക്കാൻ പോകുന്നത്. അതും മനസ്സിൽ കാണുക. ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉടഞ്ഞ്, പഴം, പപ്പായ, പിന്നെന്താ പറയുക, ഡേറ്റ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ മാമ്പഴമൊക്കെ അങ്ങോട്ട് കുഴഞ്ഞ് മറിഞ്ഞ് വരികയാണ്. പക്ഷേ ആപ്പിളിൻ്റെ പീസസ് കുറച്ച് പീസസായിട്ട് തന്നെ കുറച്ച് ഉടയുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ പീസസായിട്ട് അരിയണം എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ മധുരം പഞ്ചസാര ഞാനിപ്പോൾ 1/2 കപ്പ് ചേർക്കുന്നു. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരണ്ട് വരണം, ചെറുതായിട്ട്. ഭയങ്കര നമ്മൾ ഈ സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ച് ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ആ രീതിയിലുള്ള ഒരു അത്രയും വരണ്ട് വരണ്ട. പക്ഷേ ഈ ഒരു പഞ്ചസാരയുടെ ഒരു പച്ചക്കുത്തലൊക്കെ മാറി ഫ്രൂട്ട്സുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ, ഒരു പകുതി സ്റ്റേജ് ആകുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം
നെയ്യും കൂടി ചേർത്ത് വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി വീണ്ടും ഇങ്ങനെ വരട്ടി എടുക്കണം. അപ്പോൾ ഇപ്പോൾ നെയ്യ് ചേർത്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി വരട്ടി എടുക്കുക. ഭയങ്കര ടൈറ്റായിട്ട് വരണ്ട് വരണ്ട, ഇച്ചിരി സെമി. നല്ല വേണം. ഇപ്പോൾ അത്യാവശ്യം വരണ്ട് കഴിഞ്ഞു. ഫ്രൂട്ട്സ് എല്ലാം നെയ്യിൽ കടന്നിട്ട് ഒരുപാട് ടൈറ്റായിട്ടല്ല, ഓൾമോസ്റ്റ് നല്ല മണം. അപ്പോൾ ഇനിയാണ് പാലൊഴിക്കാൻ പോണത്. ഇതൊരു 4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 8 മുതൽ 10 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കലക്കിയെടുത്താണ്. ഓക്കെ, ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാലിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ്, എങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കുറച്ച് ഒഴിക്കുന്നു, ഇളക്കുന്നു, പിന്നെ ഒഴിക്കുന്നു, ഇളക്കുന്നു. കംപ്ലീറ്റ് പാലും ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഒരു തിള വരട്ടെ, എല്ലാം കൂടി കിടന്നിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇതൊരു തിള വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഇത് വളരെ സ്പെഷ്യലാക്കാനുള്ള ചേരുവയാണ് പിന്നെ ചേർക്കാൻ പോകുന്നത്. അതായത് നെസ്ലയുടെ മിൽക്ക് മെയ്ഡ്. അങ്ങനെ നല്ല മണവും രുചിയും ഒക്കെയുള്ള പായസം, ഫ്രൂട്ടി പായസം, വെരി സ്പെഷ്യൽ പായസം ഇവിടെ ഓൾമോസ്റ്റ് റെഡി എന്ന് തന്നെ പറയാം. ഇപ്പോൾ നല്ലൊരു തിള വന്നു കഴിഞ്ഞു, എല്ലാം കൂടി കിടന്നിട്ടൊന്ന് തിളയ്ക്കുന്നു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് പാർട്ട്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേർക്കുന്നു. നെസ്ലെ മിൽക്ക് മെയ്ഡ്. നമ്മുടെ പായസം എക്സ്ട്രാ സ്പെഷ്യൽ ആകണ്ടേ? അപ്പോൾ നമ്മൾ നെസ്ലയുടെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടിന്ന് പൊട്ടിക്കുന്നു. അപ്പോൾ ഒരു ഫുൾ ടിൻ ഓഫ് മിൽക്ക് മെയ്ഡ് ചേർക്കണം. കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞു. മിൽക്ക് മെയ്ഡ് വെറുതെ കഴിക്കാൻ തന്നെ എന്ത് സ്വാദം അറിയോ. അപ്പോൾ പിന്നെ പായസത്തിൽ ചേർത്താൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായിരിക്കും എന്ന്. ഗംഭീരമായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ ഇതൊരു നന്നായിട്ട് ഇളക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് കൂടുതൽ പാൽ, അതായത് ഇപ്പോൾ 4 കപ്പ് എന്നുള്ളത് 6 കപ്പ് പാൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്കൊരു ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ 5 കപ്സ്. ഇതിപ്പോൾ ഒരു കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിളമ്പിയാൽ അതിലിങ്ങനെ ഒഴുകി ഇങ്ങനെ പോവില്ല, അതൊരു സൈഡിലിരിക്കും. പക്ഷേ നമുക്കിങ്ങനെ കോരി കുടിക്കാനും പറ്റും. സ്പൂൺ വെച്ചിട്ട് ബൗളിൽ നിന്ന് കോരി കഴിക്കാം. പിന്നെ ഇനി ഒരു ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഇനി കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കണം. പായസം എന്ന് പറഞ്ഞാൽ ഏലക്കാപ്പൊടി ഇല്ലാതെ ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അണ്ടിപ്പരിപ്പ് വറുത്തിടണം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഈ ഒരു പായസത്തിന് കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ലതാണ്. 100 ഗ്രാംസ് എന്നാണ് ഞാൻ അളവ് പറയുന്നത്. 50 മുതൽ 100 ഗ്രാം വരെ ആകാം. കുറച്ച് നെയ്യുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുന്നു, അണ്ടിപ്പരിപ്പ് വറുക്കുന്നു, പായസത്തിന് വെള്ളയ്ക്ക് ഇടുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം ഇപ്പോൾ ഏലക്കാപ്പൊടി. അപ്പോൾ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നു. അപ്പോൾ തീയെല്ലാം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, കത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ആഹാ, എന്താ വേണം. പായസത്തിൽ ഏലക്കാപ്പൊടി ഒന്നും ചേർത്തില്ലെങ്കിൽ പിന്നെ അതൊരു പായസമേ അല്ലാതെ ഞാൻ പറയും. ഇപ്പം നമ്മളുടെ വെരി സ്പെഷ്യൽ പായസം വിത്ത് നെസ്ലെ മിൽക്ക് മെയ്ഡ് റെഡി. ഫ്രൂട്ടി പായസം. ഇനി ലാസ്റ്റ് അലങ്കാരം നെയ്യും അണ്ടിപ്പരിപ്പും വറുത്തിടുന്നു. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. അങ്ങനെ നെയ്യും ചേർത്തു. പാത്രം നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് നെയ്യ് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. അണ്ടിപ്പരിപ്പൊക്കെ എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിലിപ്പോൾ 50 to 100 ഗ്രാംസ് ചേർത്താലും നല്ലതാണ്. 50 മിനിമം എന്ന് ഞാൻ പറയുന്നു. അല്ല, ഇനി അത്ര ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട, 25 ആയാലും മതി. നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് മൂപ്പിച്ചെടുക്കാം. ആ നെയ്യോടുകൂടി തന്നെ നമ്മൾ പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. അപ്പോൾ ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് നേരെ വിത്ത് ഗീ, ആ നെയ്യും അണ്ടിപ്പരിപ്പും ഒന്നിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പോകുന്നു. യെസ്.
ആഹാ, കാണുമ്പോൾ തന്നെ അറിയില്ലേ ഇതെന്തൊരു ക്രീമി ടെക്സ്ചറാണ്. ആഹാ, അതെ, സോ ഡിലീഷ്യസ്. കാഴ്ചയിൽ തന്നെ ഇങ്ങനെ നമ്മൾ നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് ചെയ്തപ്പോൾ ഈ ഒരു സാധാരണ നമ്മളൊരു ട്രഡീഷണൽ പായസം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നെക്സ്റ്റ് ലെവലാണിത് പോകുന്നത്. ഭയങ്കരമായിട്ടത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രീമി പായസം പോലെ ധാരാളം റെസിപ്പീസ് മിൽക്ക് മെയ്ഡിൻ്റെ വെബ്സൈറ്റിലുണ്ട്, www.milkmaid.in. ഇപ്പോൾ തന്നെ അത് വിസിറ്റ് ചെയ്യുക, റെസിപ്പീസ് കാണുക, ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അടിപൊളി, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിച്ച നെസ്ലി മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് ചെയ്ത ഫ്രൂട്ടി പായസം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഇതൊരു ഓണക്കാല വിഭവമാണ്. നമ്മൾ ഓണത്തിന് പായസം ഇല്ലാത്ത എന്ത് ഓണം അല്ലേ. അപ്പോൾ ഈ ഒരു പായസം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല, അതൊരു എക്സലൻറ്റ് പായസമാണ്. പിന്നെ കൺസിസ്റ്റൻസി എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാല് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫ്രൂട്ടി പായസം പോലെ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് വ്യത്യസ്തമായ മധുരതരമായ വിഭവങ്ങൾ തയ്യാറാക്കി ഇപ്രാവശ്യത്തെ ഓണം കൂടുതൽ സ്പെഷ്യലാക്കാം. milkmaid.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് 100-ൽ പരം റെസിപ്പീസ് കാണാൻ സാധിക്കും. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക.